നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കുടയത്തൂർ അടൂർ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ പരിക്കേറ്റ് തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നയാളെ മന്ത്രി അനൂപ് ജേക്കബ് സന്ദർശിച്ചു. വണ്ണപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന OP മുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. നടപടിയെടുക്കാതെ പഞ്ചായത്തും ആരോഗ്യവകുപ്പും. കാളിയാർ പുഴ കരകവിഞ്ഞു. ടെക്നിക്കൽ സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു. കീരിത്തോട് പകുതിപ്പാലം മേഖലയിൽ മരങ്ങളിൽ തങ്ങി കൂറ്റൻ പാറകൾ. യാത്രക്കാരുടെയും രക്ഷാപ്രവർത്തകരുടെയും ജീവന് ഭീഷണി. കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും ഇടുക്കി ജില്ലയിലെ വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടം. ഒരാൾ മരിച്ചു. 16 ഗണത്ത് കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണി തകർന്നു. വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറിയും മണ്ണിടിഞ്ഞു വീണും ഗതാഗതവും തടസ്സപ്പെട്ടു. വാർത്തകൾ വിശദമായി. കുടയത്തൂർ അടൂർ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ പരിക്കേറ്റ് തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നയാളെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് സന്ദർശിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, ഇടുക്കി MLA അഡ്വക്കേറ്റ് റോയ് കെ പോലോസ്, തൊടുപുഴ MLAയും നിയമസഭാ ചീഫ് വിപ്പുമായ അബു ജോൺ ജോസഫ്, ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് IAS, DYSP ബൈജു എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. വണ്ണപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന OP മുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. നടപടിയെടുക്കാതെ പഞ്ചായത്തും ആരോഗ്യവകുപ്പും. മഴ ശക്തമായതോടെ പകർച്ചപ്പനി ഉൾപ്പെടെ രോഗങ്ങൾ മേഖലയിൽ വ്യാപകമായിട്ടും ഇവിടെ ഡോക്ടറെ നിയമിച്ച് സായാഹ്ന OP തുടങ്ങാൻ വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാണ്. വണ്ണപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന OP മുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. നടപടിയെടുക്കാതെ പഞ്ചായത്തും ആരോഗ്യവകുപ്പും. മഴ ശക്തമായതോടെ പകർച്ചപ്പനി ഉൾപ്പെടെ സാംക്രമിക രോഗങ്ങൾ മേഖലയിൽ വ്യാപകമായിട്ടും ഇവിടെ ഡോക്ടറെ നിയമിച്ച് സായാഹ്ന OP ഉൾപ്പെടെ അടിയന്തര സേവനങ്ങൾ തുടങ്ങാൻ വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാണ്. ജില്ലയിലെ മറ്റെല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും സായാഹ്ന OP ആരംഭിച്ചപ്പോഴും വണ്ണപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രം ഇതിന് വിമുഖത കാട്ടുകയായിരുന്നു. ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇവിടെ സായാഹ്ന OP ആരംഭിച്ചത്. എന്നാൽ ഇത് അധികകാലം നീണ്ടുനിന്നില്ല. സായാഹ്ന OPക്ക് നിയമിച്ച ഡോക്ടർ രാജിവെച്ചുപോയി. ഇതോടെ OP മുടങ്ങി. എന്നാൽ സമയബന്ധിതമായി പിന്നീട് പുതിയ ഡോക്ടറുടെ നിയമനം നടത്തിയില്ല. നിരവധി ആദിവാസി ഉന്നതികളും മലയോര പ്രദേശങ്ങളുമുള്ള വണ്ണപ്പുറം പഞ്ചായത്തിലെ ആതുരാലയത്തിൽ സായാഹ്ന OP മുടക്കുന്നതിൽ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ഇതിനിടെ നിലവിലെ മെഡിക്കൽ ഓഫീസർ കഴിഞ്ഞ ദിവസം സ്ഥലം മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. ഇപ്പോൾ ആകെ 2 ഡോക്ടർമാരുടെ സേവനം മാത്രമാണ് ഇവിടെ ഉള്ളത്. നിരവധി രോഗികളാണ് ഇവിടെ വന്നു പോകുന്നത്. തൊടുപുഴ MLAയുടെ വികസന ഫണ്ട് ഉപയോഗിച്ച് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടവും പണിതിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ ഔപചാരിക പ്രഖ്യാപനവും നീളുകയാണ്. പുതിയ ഡോക്ടറുടെ അഭിമുഖം കഴിഞ്ഞെന്നും ഉടൻ നിയമനം നടക്കുമെന്നും അപ്പോൾ തന്നെ സായാഹ്ന OP സേവനം തുടങ്ങുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം അറിയിച്ചു. PHSലേക്ക് നിലവിൽ പുതിയ ഡോക്ടറെ ഇന്റർവ്യൂവിൽ എടുത്തിട്ടുണ്ട്. അവർക്കിപ്പം മെമ്മോ കൊടുക്കേണ്ട താമസമുള്ളൂ. അത് ഈ ആഴ്ച തന്നെ കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ ചാർജ് ഏറ്റെടുക്കുന്നതാണ്. കുടയത്തൂർ അടൂർ മലയിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം മന്ത്രി അനൂപ് ജേക്കബ് സന്ദർശിച്ചു. സ്ഥലത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി.
ഇടുക്കി MLA റോയ് കെ പോലോസ്, തൊടുപുഴ MLA നിയമസഭാ ചീഫ് വിപ്പുമായ അബു ജോൺ ജോസഫ് എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. पेड़ के पास में था हमारा वो रेलता ये तो ऊपर से लेके आ रहा अच्छा अच्छा चलिए ये इतनी ही गई हवा से बनाना है और हाँ ये रास्ता से जाओ രാത്രി 3 മണി സമയം ആണ്. മുകളിൽ ആ റോഡുണ്ട്, ആ റോഡിൻ്റെ ഭാഗത്തു നിന്നാണ് ഇടിഞ്ഞത്. ഇവിടെ 3 പേരാണ് താമസക്കാർ, അച്ഛനും അമ്മയും ഒരു മകനും. രാത്രി 3 മണിക്കാണ് 2:30 സമയത്താണ് സംഭവം ഉണ്ടാകുന്നത്. ഈ പുള്ളിക്കാരത്തി കുറച്ച് മുമ്പാണ് പുള്ളിയുടെ ബോഡി കിട്ടുന്നത്, താഴെ കിടന്നാണ് കിട്ടുന്നത്. പിന്നെ ഒരു പയ്യനുണ്ടായിരുന്നു രതീഷ്, അവനും അവൻ്റെ അച്ഛനും വലിയ കുഴപ്പം കൂടാതെ കൊണ്ട് രക്ഷപ്പെട്ടെന്ന് വേണം. ഈ ഒറ്റത്തിരിഞ്ഞൊരു വീടാണ് ഇതുള്ളൂ. ഇതിൻ്റെ മുകളിൽ അതേ കാണുന്ന ആ റോഡൊക്കെ ആ ഭാഗമാണ് ഇടിഞ്ഞത്. ഓരോ വിവരങ്ങളെ നമുക്ക് ഇതിനെപ്പറ്റി. ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന സ്ഥലമാണോ അവിടെ? ഇല്ല, ആദ്യമായിട്ടുണ്ടായ ഒരു സംഭവം. കാളിയാർ പുഴ കരകവിഞ്ഞു. ടെക്നിക്കൽ സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു. ശക്തമായ മഴയെ തുടർന്ന് കാളിയാർ പുഴ കരകവിഞ്ഞ സാഹചര്യത്തിൽ കാളിയാർ ടെക്നിക്കൽ സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിക്കുകയായിരുന്നു. നിലവിൽ 3 കുടുംബങ്ങളെ സുരക്ഷിതമായി ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. മഴയുടെ തീവ്രത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമെങ്കിൽ കൂടുതൽ കുടുംബങ്ങളെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറിയിച്ചു. ശക്തമായ മഴയെ തുടർന്ന് കാളിയാർ പുഴ കരകവിഞ്ഞ സാഹചര്യത്തിൽ കാളിയാർ ടെക്നിക്കൽ സ്കൂളിൽ ക്യാമ്പ് ആരംഭിച്ചു. നിലവിൽ 3 കുടുംബങ്ങളെ സുരക്ഷിതമായി ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. മഴയുടെ തീവ്രത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമെങ്കിൽ കൂടുതൽ കുടുംബങ്ങളെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കിത്തോട്ടം അറിയിച്ചു. വില്ലേജ് ഓഫീസർ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, ജനപ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുവാനും തീരുമാനമായത്. രാത്രിയും ഇന്നും നിർത്താതെ പെയ്ത മഴയിൽ കാളിയാർ പുഴ വെള്ളം കവിഞ്ഞതിൻ്റെ ഫലമായിട്ട് 3 വീട്ടുകാരെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 വീട്ടുകാരെ ഈ ടെക്നിക്കൽ സ്കൂളിലേക്ക് മാറ്റി താമസിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ഇതിൽ പ്രധാനപ്പെട്ട് പഞ്ചായത്തിൽ നിന്നും അതുപോലെ തന്നെ വില്ലേജിൽ നിന്നും പിന്നെ ഹെൽത്തിൽ നിന്നും സംയുക്തമായിട്ട്
ഇവരെ മാറ്റി താമസിക്കുന്നതിനും അതുപോലെ തന്നെ പ്രതിരോധ മരുന്ന് കൊടുക്കുന്നതിനും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതലായിട്ട് മഴ പെയ്യാതെ ഇരിക്കട്ടെ, അങ്ങനെ വെള്ളമൊക്കെ താന്ന് ഒരു സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മറ്റു വിഷയങ്ങളൊന്നും നിലവിലില്ല. ഈ ഒരു വിഷയം മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇന്ന് പുലർച്ചെ മുതലാണ് വണ്ണപ്പുറം പഞ്ചായത്തിൽ വിവിധയിടങ്ങളിൽ വെള്ളം ഉയർന്നത്. കാളിയാർ, മുള്ളംകുത്തി, തെന്നത്തൂർ മേഖലയിലും വെള്ളമുയർന്നു. തെന്നത്തൂർ സ്കൂളിലും പള്ളി പാരിഷ് ഹാളിലും വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കിയതായി വികാരി പഞ്ചായത്തിനെ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാളിയാർ. കീരിത്തോട് പകുതിപ്പാലം മേഖലയിൽ മരങ്ങളിൽ തങ്ങി കൂറ്റൻ പാറകൾ. യാത്രക്കാരുടെയും രക്ഷാപ്രവർത്തകരുടെയും ജീവന് ഭീഷണി. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് നാട്ടുകാർ. കീരിത്തോടിനും പകുതിപ്പാലത്തിനും ഇടയിലുള്ള അടിമാലി കുമളി ദേശീയപാതയ്ക്ക് മുകളിലെ മലഞ്ചെരുവിൽ നിന്നും ഉരുണ്ടുവന്ന കൂറ്റൻ പാറക്കല്ലുകൾ ചെറുമരങ്ങളുടെ ശിഖരങ്ങളിൽ തങ്ങി നിൽക്കുന്നത് യാത്രക്കാരുടെയും രക്ഷാപ്രവർത്തകരുടെയും ജീവന് വരെ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഈ മരങ്ങളുടെ താഴ്ഭാഗത്തു കൂടിയാണ് ദേശീയപാത കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ പെയ്യുന്ന ശക്തമായ മഴയിൽ പല സ്ഥലങ്ങളിലും മണ്ണും കല്ലും റോഡിലേക്ക് ഇടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ദുരന്ത നിവാരണ സേന ഉൾപ്പെടെ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഏതു നിമിഷവും താഴേക്ക് പതിക്കാവുന്ന നിലയിൽ മരങ്ങളിൽ തങ്ങി നിൽക്കുന്ന കൂറ്റൻ പാറകൾ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. വലിയ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള ഭാരവാഹനങ്ങൾ ഉപയോഗിച്ച് ഈ പാറകൾ സുരക്ഷിതമായി നീക്കം ചെയ്താൽ മാത്രമേ ഇതുവഴിയുള്ള യാത്ര പൂർണ്ണമായും സുരക്ഷിതമാകൂ എന്നാണ് അധികൃതരും നാട്ടുകാരും ചൂണ്ടിക്കാട്ടുന്നത്. അതായത് നമ്മുടെ ഈ നേരുമംഗലം റൂട്ട്, കുമളി റൂട്ടിൽ ഈ മേഖലയാണ് ഏറ്റവും അപകടം പറ്റിയ സ്ഥലം. ഈ പാറ ഭയങ്കര ഭീഷണിയായിട്ടിരിപ്പുണ്ട്. കുറച്ച് മരങ്ങൾ നിൽപ്പുണ്ട്. ഈ മേഖല എടുക്കേണ്ടതായിരുന്നു. NHAR അതിന് ശ്രദ്ധിച്ചിട്ടില്ല. അതിൻ്റെ പേരിൽ ഇത് നാട്ടുകാർക്ക് മൊത്തം ദുരന്തമാണ്. ഈ താഴെ കാണുന്ന വീട് സഹിതം ഇപ്പോൾ പോയേക്കുവാണ്. അതുകൊണ്ട് ഈ മേഖല, ഈ മണ്ണും മാറ്റി ഈ പാറയും മാറ്റി ഇതിൻ്റെ കാര്യങ്ങൾ അടിയന്തരമായിട്ട് അതിൻ്റെ ഗവൺമെൻറ് അല്ലെങ്കിൽ അതിൻ്റെ അടിയന്തര ആൾക്കാർ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണമെന്ന് ഈ നാട്ടിലെ ഒരു അഭ്യർത്ഥനയാണ്. ഈ നാടിൻ്റെ അപകടമാണ്. കാരണം സ്ഥിരം ഉരുൾപൊട്ടുന്ന ഒരു സ്ഥലമാണ്. ഈ മേഖല ശ്രദ്ധിക്കുന്നതായിട്ടൊരു അത്യാവശ്യമുണ്ട്. അത് കൃത്യമായിട്ട് സർക്കാർ ശ്രദ്ധിക്കണം. 2 ദിവസം മുൻപ് ഇതേ മേഖലയിൽ മലമുകളിൽ നിന്നും ഉരുണ്ടുവന്ന കൂറ്റൻ പാറകൾ ദേശീയപാതയിലേക്ക് പതിച്ചിരുന്നെങ്കിലും സംഭവം രാത്രിയിലായതിനാൽ വൻ ദുരന്തം ഒഴിവായി. കഴിഞ്ഞ ദിവസങ്ങളിലായി രാത്രികാലങ്ങളിലാണ് ഇവിടെ മണ്ണിടിച്ചിലും വെള്ളപ്പാച്ചിലും രൂക്ഷമാകുന്നത്. സ്ഥിതിഗതികളുടെ ഗൗരവം കണക്കിലെടുത്ത് ദേശീയപാത അതോറിറ്റിയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായ ജില്ലാ കളക്ടറും അടിയന്തരമായി ഇടപെട്ട് അപകട ഭീഷണി ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വണ്ണപ്പുറത്തെ യാത്രാ ദുരിതത്തിന് അറുതിയില്ല. രാത്രി 7 മണിക്ക് ശേഷം വണ്ണപ്പുറത്ത് നിന്ന് തൊടുപുഴയിലേക്കും തിരിച്ചും മതിയായ ബസ് സർവീസ് ഇല്ലാത്തത് യാത്രക്കാരെ കടുത്ത ദുരിതത്തിലായിരുന്നു. ഹൈറേഞ്ചിൽ നിന്ന് രാത്രി 7 മണിയോടെ വണ്ണപ്പുറത്തെത്തുന്ന KSRTC ബസ്സാണ് തൊടുപുഴയിലേക്കുള്ള അവസാന സർവീസ്. ഈ ബസ് നഷ്ടമായാൽ തൊടുപുഴയിലെത്താൻ ഏകദേശം 20 കിലോമീറ്റർ ദൂരം ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കേണ്ടി വരും. രാത്രി 7 മണിക്ക് ശേഷം വണ്ണപ്പുറത്ത് നിന്ന് തൊടുപുഴയിലേക്കും തിരിച്ചും മതിയായ ബസ് സർവീസ് ഇല്ലാത്തത് യാത്രക്കാരെ കടുത്ത ദുരിതത്തിലാഴ്ത്തുന്നു. ഹൈറേഞ്ചിൽ നിന്ന് രാത്രി 7 മണിയോടെ വണ്ണപ്പുറത്തെത്തുന്ന KSRTC ബസ്സാണ് തൊടുപുഴയിലേക്കുള്ള അവസാന സർവീസ്. ഈ ബസ് നഷ്ടമായാൽ തൊടുപുഴയിലെത്താൻ ഏകദേശം 20 കിലോമീറ്റർ ദൂരം ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കേണ്ടി വരികയും 500 മുതൽ 600 രൂപ വരെ ചെലവഴിക്കേണ്ട സാഹചര്യം വരികയും ചെയ്യുന്നു. ഹൈറേഞ്ചിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായും ഇടുക്കി ജില്ലയിലെ തന്നെ നിരവധി ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള ഇടത്താവളമായും അറിയപ്പെടുന്ന വണ്ണപ്പുറത്ത് രാത്രി ഗതാഗത സൗകര്യം തീർത്തും അപര്യാപ്തമാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. പ്രൈവറ്റ് വണ്ടിയൊക്കെ അതുകൊണ്ട് 6:20 ആകുമ്പോൾ പോകും. പിന്നെ വണ്ടിയില്ല, ഈ ഒരു ബസ്സേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഒന്നുമില്ല. പിന്നെ ആൾക്കാരെല്ലാം ഇവിടെ ഇപ്പോൾ മഴ കാരണം ആൾക്കാരില്ലാത്ത ഇല്ലെങ്കിൽ എന്തൊരു ജനം കാണുന്നത്. നമ്മൾ ഇവിടെ 450 രൂപ 500 രൂപയ്ക്കാവും. അത് ചിലപ്പോൾ അതിൽ കൂടുതൽ മേടിക്കുന്നവരും കാണും. തൊമ്മൻകുത്ത് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്നവർക്കും രാത്രി ബസ്സില്ലാത്തത് വലിയ പ്രതിസന്ധിയാണ്. ഞായറാഴ്ചകളിൽ സ്ഥിതി കൂടുതൽ രൂക്ഷമാണ്. വൈകിട്ട് 6:05 ശേഷം തൊടുപുഴയിലേക്കുള്ള ബസ് സർവീസ് ഇല്ല. തൊടുപുഴയിൽ നിന്ന് വണ്ണപ്പുറത്തേക്കുള്ള അവസാന സ്വകാര്യ ബസ് രാത്രി 8:25 ഞായറാഴ്ചകളിൽ രാത്രി 7:15 ശേഷം സ്വകാര്യ ബസ്സുകളും സർവീസ് അവസാനിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് രാത്രി 11 ശേഷം വണ്ണപ്പുറം വഴി കടന്നുപോകുന്ന KSRTC ബസ്സാണ് രാത്രി 8:25 ശേഷം തൊടുപുഴയിലെത്തുന്ന യാത്രക്കാർക്ക് ലഭിക്കുന്ന ഏക ആശ്രയം. രാത്രികാല ബസ് സർവീസിന്റെ അപര്യാപ്തത വണ്ണപ്പുറത്തിന്റെ വികസന സാധ്യതകൾക്കും തിരിച്ചടിയാകുന്നതായി വ്യാപാരികളും നാട്ടുകാരും അഭിപ്രായപ്പെടുന്നു. ഹൈറേഞ്ചിന്റെ കവാടമായ വണ്ണപ്പുറത്ത് അനുദിനം വളർന്നു വരുന്ന വണ്ണപ്പുറം ഇന്നൊരു പട്ടണത്തോട് കിടപിടിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുമ്പോൾ പുതിയതായി വണ്ണപ്പുറം ചേലത്തോട് റോഡ്, അതുപോലെ തോക്കുമ്പൽ സാൾ റോഡ്, ടൗണിലെ എല്ലാവിധ സംവിധാനങ്ങൾ
എല്ലാം ഉണ്ടാവുകയും ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വളരുകയും ടൂറിസ്റ്റ് മേഖലകളിലേക്ക് അനുദിനം ആളുകൾ രാത്രിയും പകലും വന്നുകൊണ്ടിരിക്കുമ്പോൾ വണ്ണപ്പുറത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ വിഷയം വൈകുന്നേരം 7 മണിയായി കഴിഞ്ഞാൽ തൊടുപുഴയിലേക്കും മൂവാറ്റുപുഴയിലേക്കും വാഹനങ്ങൾ ഇല്ല എന്നുള്ളൊരു പ്രശ്നം വണ്ണപ്പുറത്തെ ബാധിക്കുകയാണ്. അതിവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് ഇവിടുന്ന് വൈകുന്നേരമാകുമ്പോൾ പോകേണ്ട ആളുകൾക്ക് എല്ലാം അതൊരു വിഷയമായി മാറിയിരിക്കുന്ന അവസ്ഥയിൽ അടിയന്തരമായി ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് വണ്ണപ്പുറം മർച്ചന്റ് അസോസിയേഷന് വേണ്ടി പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഹൈറേഞ്ചിൽ നിന്നുള്ള യാത്രക്കാരുടെ പ്രധാന ഇടത്താവളമായിട്ടും ആവശ്യത്തിന് രാത്രി സർവീസുകൾ ഇല്ലാത്തത് പൊതുജനങ്ങൾക്ക് വലിയ പ്രയാസമാണ്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട പ്രദേശവാസികൾ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് പരാതി നൽകിയിട്ടുണ്ട്. നെയ്ശ്ശേരി തോക്കുമൻ റോഡ് യാഥാർത്ഥ്യമായ സാഹചര്യത്തിൽ തൊമ്മൻകുത്ത്, ആനചാടിക്കുത്ത്, കോട്ടപ്പാറ, പട്ടേക്കുടി, പഞ്ചമല തുടങ്ങിയ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് പുതിയ ബസ് സർവീസുകൾ ആരംഭിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. പെരുനിലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ ചീഫ് വിപ്പും തൊടുപുഴ MLAയുമായ അബു ജോൺ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 17 വർഷക്കാലം തൊടുപുഴയിലെ ഉപയോക്താക്കളിൽ നിന്ന് ലഭിച്ച സഹകരണം തുടർന്നും ഉണ്ടാകണമെന്ന് മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ 17 വർഷമായി തൊടുപുഴയിലെ ഉപയോക്താക്കളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പെരുനിലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൂടുതൽ മനോഹരമായ അനുഭവങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം നിയമസഭാ ചീഫ് വിപ്പും തൊടുപുഴ MLAയുമായ അബു ജോൺ ജോസഫ് നിർവഹിച്ചു. എല്ലാവിധ ആശംസകളും നേരുന്നു, എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഇനിയും ജനങ്ങൾക്ക് ധാരാളം സേവനം നൽകി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ദൈവാനുഗ്രഹവും നേരുന്നു. തൊടുപുഴ മാർക്കറ്റ് റോഡിലാണ് പെരുനിലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രവർത്തിക്കുന്നത്. ഉദ്ഘാടനം പ്രമാണിച്ച് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 30% ഡിസ്കൗണ്ട് ഉണ്ട്. പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഓരോ ദിവസവും ഗോൾഡ് കോയിൻ സമ്മാനം നൽകും. അത്യാകർഷകമായ പുതിയ ആഭരണങ്ങളുടെ ഡിസൈനുകൾ ഒരുക്കിക്കൊണ്ടാണ് സ്ഥാപനം നവീകരിച്ചിരിക്കുന്നത്. ഡയമണ്ട് സെക്ഷന്റെ ഉദ്ഘാടനം തൊടുപുഴ നഗരസഭ വൈസ് ചെയർമാൻ K. ദീപക് നിർവഹിച്ചു. AKG SMA സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ ജോസ് വർക്കി ആദ്യ വിൽപ്പന നിർവഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PA സലീംകുട്ടി കൂപ്പൺ നറുക്കെടുപ്പ് നിർവഹിച്ചു. നമ്മുടെ കയ്യിലേക്ക് കൗണ്ടർ ഫയൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിച്ചിരിക്കുന്നു. നല്ലൊരു കടി 20,000 രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ് സമ്മാനമായിട്ട് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതിയാവും. സിനിമയ്ക്കാണ് നന്നായിട്ട് ഷഫിൾ ചെയ്തെടുത്തുള്ളൂ. താങ്ക് യു വെരി മച്ച്. കടന്നു വരാൻ വഴി കൊടുക്കണേ. അതുപോലെ തന്നെ പെരുനിലം ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ മാനേജിംഗ് ഡയറക്ടർ അനസ് ഇവരോടും ചേർന്നാണ് ഈ ഒരു സമ്മാനം നൽകുന്നത്. ചടങ്ങിൽ വാർഡ് കൗൺസിലർ ഷാഹുൽ ഹമീദ്, മർച്ചന്റ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റ് പ്രശാന്ത് കുട്ടപ്പാസ് എന്നിവർ സന്നിഹിതരായിരുന്നു.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വെറൈറ്റി ഫർണിച്ചർ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ ഗാന്ധി സ്ക്വയർ റോഡിൽ KSRTC ഡിപ്പോയ്ക്ക് സമീപം സിസിലിയ ഹോട്ടലിന് എതിർവശത്തായാണ് സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപയോക്താക്കൾക്കായി മികച്ച ഓഫറുകളാണ് മാനേജ്മെന്റ് നൽകുന്നത്. ഓഗസ്റ്റ് 20 വരെ ഓഫറുകൾ ഉണ്ടായിരിക്കും. വ്യത്യസ്തവും ആകർഷകവുമായ ഗൃഹോപകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് വെറൈറ്റി ഫർണിച്ചർ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ ഗാന്ധി സ്ക്വയർ റോഡിൽ KSRTC ഡിപ്പോയ്ക്ക് സമീപം സിസിലിയ ഹോട്ടലിന് എതിർവശത്തായാണ് സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപയോക്താക്കൾക്കായി മികച്ച ഓഫറുകളാണ് മാനേജ്മെന്റ് ഒരുക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 20 വരെ ഓഫറുകൾ ലഭ്യമാണ്. ഈ ദിവസങ്ങളിൽ ആദ്യമെത്തുന്ന 10 കസ്റ്റമേഴ്സിന് 1 രൂപയ്ക്ക് തലയിണ നൽകും. ഓരോ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 50% വരെയാണ് വിലക്കുറവ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 15,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ 5 പേർക്ക് ദിവാൻ കോട്ട് ഫ്രീ ആയി നൽകും. ഇതോടൊപ്പം ഓണം മെഗാ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. തടിക്കട്ടിൽ 7,900 രൂപയ്ക്ക് ലഭ്യമാണ്. ദിവാൻ കോട്ട് 4,900 രൂപയ്ക്കും കട്ടിലും ബെഡും 2 പില്ലോയും ഉൾപ്പെടെ 8,900 രൂപയ്ക്കും ലഭിക്കും. ഡബിൾ ഡോർ കബോർഡ് 5,900, കോർണർ സെറ്റി 13,900, തേക്കിന്റെ ടീപ്പോയ് 2,900 മുതൽ. തടിയുടെ 6 കസേര ഉൾപ്പെടുന്ന ഡൈനിങ് ടേബിൾ 19,900 രൂപയ്ക്ക്, സ്പ്രിംഗ് ബെഡ് 7,900 രൂപയ്ക്ക്, സാദാ ബെഡ് 2,900 രൂപയ്ക്കും ലഭ്യമാണ്. 3 ഡോറുള്ള അലമാര 5 വർഷം വാറണ്ടിയോടെ 9,900 രൂപയ്ക്ക് ലഭ്യമാണ്. 2 കസേര ഉൾപ്പെടുന്ന തടിയുടെ സെറ്റി 14,900 രൂപയ്ക്ക് ലഭ്യമാണ്. കൂടാതെ ഡബിൾ ഡോർ കബോർഡ്, കോട്ട് ബെഡ് സൈഡ് ബോക്സ്, ഡ്രസ്സിംഗ് ടേബിൾ എന്നിവ 21,900 രൂപയ്ക്കും ലഭ്യമാണ്. 60,000 രൂപയുടെ ഓരോ പർച്ചേസിനും 1 ദിവാൻ കോട്ട് തികച്ചും സൗജന്യം. ഓണാഘോഷത്തോടനുബന്ധിച്ച് തൊടുപുഴ പുളിമൂട്ടിൽ സിൽക്സ് കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്ന 101 ഗോൾഡ് കോയിൻ സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സലീംകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. ഓഗസ്റ്റ് 31 വരെ ഉപയോക്താക്കൾക്ക് നറുക്കെടുപ്പിലൂടെ 101 സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നൽകുന്ന പദ്ധതിയാണ് ഇത്. 101 ഗോൾഡ് കോയിൻ പദ്ധതി പ്രകാരം ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ ഓഗസ്റ്റ് 31 തീയതി വരെ 101 സ്വർണ്ണ നാണയങ്ങളാണ് കസ്റ്റമേഴ്സിനായി പുളിമൂട്ടിൽ സിൽക്സ് നൽകുന്നത്. 2026 ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സലീംകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വർഷത്തെ ആദ്യത്തെ ഗോൾഡ് കോയിൻ വിന്നർ.
അദ്ദേഹം ഇപ്പോൾ ഷോപ്പിലുണ്ടെങ്കിൽ വരാവുന്നതും നേരിട്ട് ഗോൾഡ് കോയിൻ കൈപ്പറ്റാവുന്നതാണ്. കോഴിപ്പള്ളി PO കോതമംഗലം. ജോബിൻ റോയ് ആണ് നമ്മുടെ കടയുടെ ഓണറാണ് വിളിക്കുന്നത്. കുളിമൺ സിൽസിലാണ് വിളിക്കുന്നത്. ചേട്ടന് ഒരു ഗോൾഡ് കോയിൻ ഇപ്പൊ നമ്മൾ നിറക്കെടുത്തു. അപ്പൊ അതിനകത്തുനിന്ന് വിജയമായിട്ട് ചേട്ടനെയാണ് കിട്ടിയിരിക്കുന്നത്. ചേട്ടൻ ഇവിടെ ഉണ്ടോ? തൊട്ടടുത്തുണ്ടോ? എന്നൊന്ന് കയറി വന്നേ. കയറി വരും. ഓണം ആഘോഷമാക്കുന്നതിനുള്ള വൈവിധ്യമാർന്ന തുണിത്തരങ്ങൾ രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള ഉൽപാദകരിൽ നിന്നും തൊടുപുഴ പുളിമൂട്ടിൽ സിൽസിൽ എത്തിച്ചിട്ടുള്ളതായി മാനേജ്മെന്റ് അറിയിച്ചു. ചടങ്ങിൽ റോയ് ജോൺ പുളിമൂട്ടിൽ, ജോബിൻ റോയ്, ഷോൺ റോയ്, മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളായ ജിമ്മി കുന്നത്തുശ്ശേരി, അഭിലാഷ്, എബ്രഹാം ഐസക് തുടങ്ങിയവരും കസ്റ്റമേഴ്സും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഈ വർഷത്തെ ആദ്യത്തെ ഗോൾഡ് കോയിൻ വിന്നറായി വൈക്കം സ്വദേശി അഭിലാഷ് കുമാറിനെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിൽ തകർന്ന ആലക്കോട് ചവർണ ശാന്തമ്മയുടെ വീട് തൊടുപുഴ MLAയും നിയമസഭാ ചീഫ് വിപ്പുമായ അബു ജോൺ ജോസഫ് സന്ദർശിച്ചു. അതിലുള്ള വഴി കാലിനൊരു വേദന ഉണ്ടോ? അപ്പോൾ അത് സ്കാൻ ചെയ്യാൻ പറയുന്നത് വലിയൊരു അവസ്ഥ, വഴി പോലും ഇല്ലാത്തടത്താണ് വീട്ടിൽ. ഒരാള് ആശുപത്രിയിലാണ്, മറ്റേ ആൾക്ക് ഇവിടെ ഇങ്ങോട്ട് തിരിച്ചു പോന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുടയത്തൂർ അടൂർ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ പരിക്കേറ്റ് തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നയാളെ മന്ത്രി അനൂപ് ജേക്കബ് സന്ദർശിച്ചു. വണ്ണപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന OP മുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. നടപടിയെടുക്കാതെ പഞ്ചായത്തും ആരോഗ്യവകുപ്പും. കാളിയാർ പുഴ കരകവിഞ്ഞു. ടെക്നിക്കൽ സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു. കീരിത്തോട് പകുതിപ്പാലം മേഖലയിൽ മരങ്ങളിൽ തങ്ങി കൂറ്റൻ പാറകൾ. യാത്രക്കാരുടെയും രക്ഷാപ്രവർത്തകരുടെയും ജീവന് ഭീഷണി. കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും ഇടുക്കി ജില്ലയിലെ വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടം. ഒരാൾ മരിച്ചു. 16-ാം കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണി തകർന്നു. വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറിയും മണ്ണിടിഞ്ഞു വീണും ഗതാഗതവും തടസ്സപ്പെട്ടു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.